ഹലോ, ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ISPയെ കുറിച്ചിട്ടാണ്. അതായത് ISP മീൻസ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. എന്താണ് ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ? അതായത് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനൊക്കെ നടത്തൂലേ, അപ്പോൾ അതങ്ങനെ നടത്തുമ്പോഴേ നമ്മളെ ബിസിനസ് എന്താണ് ഈ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കണം. അതായത് നമ്മളെ വെബ്സൈറ്റ് പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കണം. എന്നാലാണ് നമ്മൾ, അതായത് ഒരു മാർക്കറ്റിംഗ് കൂടെയാണ് ഇതിൽ ISPൻ്റെ റോൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, an internet service provider is a company or organization that provides individuals and business access to the internet. അതായത് ഇൻ്റർനെറ്റിലേക്ക് നമ്മളെ ബിസിനസ് ആക്സസ് ചെയ്യിപ്പിക്കുക. എന്തിനൊക്കെ വേണ്ടിയിട്ട്? വെബ് ഹോസ്റ്റിംഗ് വഴി, അല്ലെങ്കിൽ ഇമെയിൽ വഴി, അല്ലെങ്കിൽ ഡൊമൈൻ രജിസ്ട്രേഷനൊക്കെ വഴി എന്താണ് നമ്മളെ ബിസിനസ് എന്തായിരിക്കുക, ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് ചെയ്യിപ്പിക്കുന്ന റോളാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് ഉള്ളത്. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് ISPസിൻ്റെ മെയിനായിട്ടുള്ള റോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ്റർനെറ്റ് ആക്സസ്. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഇതിൽ ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കുക. അതായത് ISPs പ്രൊവൈഡ് വേരിയസ് ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് കണക്ഷൻ സച്ച് ആസ് ഡയലപ്പ്, ബ്രോഡ്ബാൻഡ്, ഫൈബർ ഓപ്റ്റിക്, DSL, സാറ്റലൈറ്റ് ആൻഡ് വയർലെസ് കണക്ഷൻസ് ടു യൂസേഴ്സിന് വേണ്ടിയിട്ട് ഫൈബർ ഓപ്റ്റിക് ആയിട്ടും ഡയലപ്പ്, ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുക. പിന്നെ ഡൊമൈൻ രജിസ്ട്രേഷൻ. അത് ISP ഹെൽപ്പ് യൂസേഴ്സ് രജിസ്റ്റർ ഡൊമൈൻ നെയിംസ് ഫോർ വെബ്സൈറ്റ്. അതായത് അവരുടെ വെബ്സൈറ്റിൻ്റെ പേരായിരിക്കും ഡൊമൈൻ നെയിം. ഓക്കെ, അത് നമ്മൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. ഓക്കെ, പിന്നെ വെബ് ഹോസ്റ്റിംഗ്. ദേ പ്രൊവൈഡ് സ്പേസ് ഓൺ സർവേഴ്സ് ടു ഹോസ്റ്റ് വെബ്സൈറ്റ് ആൻഡ് മേക്ക് ദം ആക്സസിബിൾ ഓൺലൈൻ. അതായത് ഓൺലൈനിൽ ആക്സസിബിൾ ഉണ്ടാക്കുക. നമ്മളെ സർവീസും കാര്യങ്ങളും എന്താണ് വെബ്സൈറ്റിൽ ആക്സസിബിൾ ഉണ്ടാക്കുക. പിന്നെ ഇമെയിൽ സർവീസ് എന്നാൽ ISPs ഓപ്പൺ ഓതർ ഇമെയിൽ അക്കൗണ്ട് ആൻഡ് സർവീസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് അല്ലേ. വേറൊരു ഓർഗനൈസേഷനായിട്ടോ അല്ലെങ്കിൽ വേറെ ബിസിനസ് പേഴ്സണായിട്ടോ ഇതൊക്കെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ആവില്ല. അതിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇമെയിലൊക്കെ ഉള്ളത്. അപ്പം നമ്മളെന്താണ് കമ്പനിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നത്. നമ്മൾ പേഴ്സണൽ മെയിൽ വേറെ, കമ്പനി മെയിൽ വേറെ ആയിരിക്കും. അപ്പോൾ കമ്പനിയിലത്തെ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാനോ അത് ഷെയർ ചെയ്യാനൊക്കെ നമ്മൾ കമ്പനി മെയിൽ യൂസ് ചെയ്യും. അതാണ് ഇമെയിൽ സർവീസ് എന്താണ് ഈ ISPസിൻ്റെ റോളാണ് എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കൽ സപ്പോർട്ട്. ദേ ഓഫർ കസ്റ്റമർ സപ്പോർട്ട് ടു സോൾവ് കണക്ഷൻ ഓർ സർവീസ് റിലേറ്റഡ് ഇഷ്യൂ. അതായത് ഒരു സർവീസ് റിലേറ്റഡ് ഇഷ്യൂ നമുക്ക് കസ്റ്റമറിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമായിട്ടുള്ളതുണ്ട്. ഈ ടെക്നിക്കൽ സപ്പോർട്ട് എന്താണ് ഈ ISPs വഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മാൽവെയർ, സ്പാം, സൈബർ അറ്റാക്കിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ISPs സഹായിക്കുന്നുണ്ട്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് മാനേജ്മെൻറ്റ്. ദ മാനേജ് ഡാറ്റ ഫ്ലോ ആൻഡ് അലോക്കേറ്റ് സഫിഷ്യൻറ്റ് ബാൻഡ് വിഡ്ത്ത് ടു യൂസർ ടു എൻഷുർ സ്മൂത്ത് പെർഫോമൻസ്. അതായത് സ്മൂത്ത് പെർഫോമൻസിന് വേണ്ടിയിട്ട് അവരുടെ സഫിഷ്യൻറ്റ് ബാൻഡ് വിഡ്ത്ത് അവിടെ മാനേജ് ചെയ്യുന്നത്. പിന്നെ പ്രൊവൈഡിങ് IP അഡ്രസ്സ്. നെക്സ്റ്റ് ആണ് പ്രൊവൈഡിങ് IP അഡ്രസ്സ്. നമ്മൾ പറഞ്ഞു IP അഡ്രസ്സിനെ കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. നമ്മളെ അവരുടെ എന്താണ് അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ ആ കറക്റ്റ് അഡ്രസ്സിൽ വേണം. അതേപോലെ വെബ്സൈറ്റിനും ഉണ്ടാവും അഡ്രസ്സ്. അപ്പോൾ അതാണ് ഈ IP അഡ്രസ്സ് പ്രൊവൈഡ്. ISPs അസൈൻ IP അഡ്രസ്. അത് സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. ചിലപ്പോൾ സ്റ്റാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡൈനാമിക് ആയിട്ട് ടു ദെയർ യൂസേഴ്സ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓൺ ദ ഇൻ്റർനെറ്റ്. ഇതിപ്പം നമ്മൾ ഈ
BSNL, ഈ എയർടെൽ, ജിയോ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മളൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് അല്ലേ, അവരുടെ അതായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അതിപ്പോൾ എല്ലാവരിലേക്കും പ്രൈവറ്റായിട്ട് അത് പബ്ലിക്കായിട്ട് എത്തി അല്ലേ. അപ്പം അതേപോലെ ഇങ്ങനെ ഒരു അഡ്രസ്സ് എല്ലാവരിലേക്ക് എത്തിയാൽ എല്ലാവരും ഇതിനെ കുറിച്ചിട്ട് അറിയും. അപ്പോൾ എന്താണ്, ഒരു മെയിനായിട്ടൊരു ഓർഗനൈസേഷനെ അറിയപ്പെടാനും വേണ്ടിയിട്ട് അവർ ഈ IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തതോട് കൂടിയിട്ട് ഈ ISPSൻ്റെ റോള് ഇതിൽ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ളതാണ് BSNL, എയർടെൽ, ജിയോ ഒക്കെ പോലുള്ളത്. പിന്നെ വേൾഡ് വൈഡിലാണ് വെരിസൺ, കോംകാസ്റ്റ്, വോഡാഫോൺ ഒക്കെ എന്താണ് വേൾഡ് വൈഡിൽ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും റോളുകളാണ് ISP വഹിക്കുന്നത്. ഇൻ്റർനെറ്റ് ആക്സസ്, ഡൊമെയിൻ രജിസ്ട്രേഷൻ, വെബ് ഹോസ്റ്റിംഗ്, ഇമെയിൽ സർവീസ്, ടെക്നിക്കൽ സപ്പോർട്ട്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ബാൻഡ്വിഡ്ത്ത് മാനേജ്മെൻറ്റ്, പ്രൊവൈഡിംഗ് IP അഡ്രസ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ഉണ്ടെങ്കിലും ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാവും പോകുന്നത്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഓരോരോ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ജീവിക്കണം അല്ലേ. അതുപോലെ ഇൻ്റർനെറ്റിനും ഉണ്ടാവും ഒരു പ്രോട്ടോക്കോൾ. ഒരു അഡ്രസ്സ് ഉള്ള പോലെ തന്നെ അതിനും ഉണ്ടാവും ഒരു പ്രോട്ടോക്കോൾ. അതനുസരിച്ചിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ? ദ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഈസ് എ സെറ്റ് ഓഫ് rules that governs how data is sent and received over the internet. അതൊരു ഇൻ്റർനെറ്റിലൂടെ ഡാറ്റകൾ സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് എൻഷുർ ചെയ്യുന്നതാണ്, ഇൻഫോർമേഷൻ ട്രാവൽസ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കറക്റ്റ്ലി ത്രൂ എ നെറ്റ്വർക്ക്. അതായത് ഇവിടെ ഇൻഫോർമേഷൻ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പോവുകയാണെങ്കിൽ നെറ്റ്വർക്കിലൂടെയാണ് പോവുക. അത് എന്താ പറഞ്ഞാൽ ഇത് ഡാറ്റ പാക്കറ്റ്സുകളായിട്ടാണ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. മനസ്സിലായോ? അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നെറ്റ്വർക്ക് വഴി പോവുകയാണെങ്കിൽ അത് ഡാറ്റ പാക്കറ്റുകളായിട്ടാണ് പോവുക. ഓക്കെ, പിന്നെ മോഡ്സ് ഓഫ് കണക്റ്റിംഗ് ടു ദ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന രീതി ഏതൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അതായത് ദർ ആർ സെവറൽ വേസ് ടു കണക്ട് ടു ദ ഇൻ്റർനെറ്റ് ഡിപ്പെൻഡിങ് ഓൺ ടെക്നോളജി, സ്പീഡ് ആൻഡ് ലൊക്കേഷൻ. അതായത് ഏതൊരു കണക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുക, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ലൊക്കേഷൻ, അതിനനുസരിച്ചിട്ടൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഏത് മോഡ് ഓഫ് കണക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കേണ്ടി വരിക. അതിൽ ഫസ്റ്റ് വണ്ണാണ് മൊബൈൽ ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അത് സെല്ലുലാർ നെറ്റ്വർക്കിൽ യൂസസ് മൊബൈൽ ഡാറ്റ നെറ്റ്വർക്ക് ബൈ സിം കാർഡ്. മൊബൈൽ ഡാറ്റ നെറ്റ്വർക്ക് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നത്, സിം കാർഡ് വഴിയാണ് അല്ലേ. നമ്മൾ ആ സിമ്മിൽ റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് നമ്മളെ ഫോണിൽ യൂസ് ചെയ്യണത്. പിന്നെ എന്താണ്, കോമൺ ഇൻ സ്മാർട്ട് ഫോൺ, ടാബ്സ് ആൻഡ് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട്. അതായത് സിം കാർഡ് വഴി നമ്മൾ ഒരു ഇതിൽ ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ വേറൊരാളുടെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് വഴി നമ്മൾക്ക് ഇതിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് മൊബൈൽ ഇൻ്റർനെറ്റിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഇവിടെ സെല്ലുലാർ നെറ്റ്വർക്കിൽ മൊബൈൽ ഇൻ്റർനെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ജിയോ, എയർടെൽ, വോഡഫോൺ ഒക്കെ തുടങ്ങിയത് കേട്ടോ. പിന്നെ അടുത്തത് വയർലെസ് കണക്ഷൻ അല്ലേ. വൈഫൈ യൂസ് ചെയ്തിട്ട് നമ്മളെ ഫോണിലേക്കോ നമ്മൾക്ക് കണക്ഷനോ എടുക്കാം. ഓക്കെ, അതായത് കണക്ട് ഡിവൈസ് ടു ദ ഇൻ്റർനെറ്റ് വിത്തൗട്ട് കേബിൾ യൂസിങ് റേഡിയോ സിഗ്നൽസ്. അതായത് കേബിൾ ഇല്ലാതെ റേഡിയോ സിഗ്നൽസ് വഴി നമ്മൾ ഡാറ്റ കണക്ട് ചെയ്യുന്നതിനെയാണ് വയർലെസ് കണക്ഷൻ അഥവാ വൈഫൈ എന്ന് പറയുന്നത്. അത് അധികം കാണുന്നത് ഓഫീസിൽ, ഹോമിൽ, പബ്ലിക് പ്ലേസിലൊക്കെയാണ് ഈ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കാണുന്നത്. അതിന് എക്സാമ്പിളാണ് കണക്റ്റിംഗ് ത്രൂ എ വൈഫൈ റൂട്ടർ ഓർ ഹോട്ട്സ്പോട്ട്. ഇനി മൂന്നാമത്തതാണ് ഡയലപ്പ് കണക്ഷൻസ്. ഈ പണ്ട്
കാലത്തൊക്കെ അധികവും ഈ വൈഫൈ നമ്മൾ ഈ വയർലെസ് വരുന്നതിന് മുന്നേ നമുക്ക് എന്തായിരുന്നു ഈ ഡയലപ്പ് കണക്ഷൻസ് ആണ്. യൂസസ് എ ടെലഫോൺ ലൈൻ ആൻഡ് മോഡം ടു കണക്ട് ടു ദ ഇൻ്റർനെറ്റ്. അതായത് ടെലഫോൺ ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യും. അതിൻ്റെ സ്പീഡ് എന്നൊക്കെ ആണെങ്കിൽ വെരി സ്ലോ ആണ്. ആദ്യം ഉണ്ടായിരുന്നു BSNLൻ്റെ ഒക്കെ ഡയലപ്പ് കണക്ഷൻസ് ഉണ്ടായിരുന്നു. അതിന് എക്സാമ്പിളാണ് എയർലി ഹോം ഇൻ്റർനെറ്റ് കണക്ഷൻ. അതെ, ആദ്യത്തെ കാലത്തുണ്ടായത്. പിന്നെ ഇത് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ലോ കോസ്റ്റ് ആണ്. പക്ഷെ എന്താണ്, നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് ഫോണും ഇൻ്റർനെറ്റും സെയിം ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കോള് വന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വൈഫൈ കണക്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അറ്റ് എ ടൈമിൽ നമുക്ക് ഒരുപാട് ഡിവൈസസ് അതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. കൂടുതൽ ഡിവൈസ് കണക്ട് ചെയ്യും തോറും കുറച്ചൊരു സ്പീഡ് കുറവുണ്ട്. എന്നാലും നമുക്ക് അത് കൂടുതലായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. എന്നാലും നമുക്ക് മോർ ഇത്രയോ ഡിവൈസസുകൾ നമുക്ക് ഒരൊറ്റ വൈഫൈ മോഡം യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ. ബ്രോഡ്ബാൻഡ് കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ പ്രൊവൈഡ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ത്രൂ കേബിൾസ് അല്ലെങ്കിൽ DSL അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സ് ഒക്കെ വഴിയിട്ട് എന്താണ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക. അത് ഓൾവേസ് ഓൺ കണക്ഷൻ, നോ നീഡ് ഡയൽ ഈച്ച് ടൈം. അതായത് എപ്പോഴും അത് കണക്റ്റഡ് ആയിരിക്കും. എപ്പോഴും ഓൺ കണക്ഷനായിരിക്കും എന്തുണ്ടാവുക, ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടാക്കുക. നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ വൈഫൈയിൽ ഹോട്ട്സ്പോട്ടിൽ ഓട്ടോമാറ്റിക്കലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം കണക്ട് ചെയ്യണ്ടേ. അത് ഇതുപോലെ അതിൻ്റെ നമ്മൾ ഡയലപ്പ് കണക്ഷൻ്റെ പോലെ അല്ല അല്ലേ. മറ്റേത് വൈഫൈയിൽ നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വൈഫൈ അതായത് വൈഫൈൻ്റെ ചെയ്യുമ്പോൾ തന്നെ നമ്മളിലേക്ക് കണക്റ്റ് ആവും അല്ലേ. മറ്റേത് ഡയലപ്പ് കണക്ഷൻ്റെ പോലെയല്ല ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓൾവേസ് ഓൺ ഇത് ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ തന്നെ പല ടൈപ്പിലുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഡിജിറ്റൽ സബ്സ്ക്രൈബ് ലൈൻ. അതെന്താണ്, ഇവിടെ ടെലഫോൺ ലൈനിന് യൂസ് ചെയ്യും ബട്ട് ഫാസ്റ്റർ ദാൻ ഡയലപ്പ് കേബിൾ. അതായത് ഡയലപ്പതിനെക്കാട്ടിലും സ്പീഡായിരിക്കും എന്ത് ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ. പിന്നെ കേബിൾ ബ്രോഡ്ബാൻഡ് ഉണ്ട്. അത് യൂസസ് TV കേബിൾസ് ഫോർ ഇൻ്റർനെറ്റ് ആക്സസ്. TV കേബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യുക, TV കേബിൾ യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യിപ്പിക്കുക. പിന്നെ ഫൈബർ ഒപ്റ്റിക് ബ്രോഡ്ബാൻഡ്, അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ഹൈ സ്പീഡിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ യൂസ് ചെയ്തിട്ട് എന്ത് ആയിരിക്കുക, ഫൈബർ ഒപ്റ്റിക് ബ്രോഡ്ബാൻഡ് കണക്ഷന് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഐഡൻറ്റിഫൈ ആൻഡ് യൂസസ് ഓഫ് IP, MAC ആൻഡ് IMEI. അതായത് IP-ൻ്റെയും MAC-ൻ്റെയും IMEI-ൻ്റെയും യൂസസ് ആണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് IP അഡ്രസ്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് നമ്പർ അസൈൻ ചെയ്യാൻ പറ്റുന്ന അതാണ്. അതിലൊരു യുണീക്ക് നമ്പർ ആയിരിക്കും. ഓരോ ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോഴും എന്താണ് ഒരു യുണീക്ക് നമ്പർ ആയിരിക്കും. ഇതെന്താണ് അതിൻ്റെ നെറ്റ്വർക്കിൻ്റെ ലൊക്കേഷന് ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ IP അഡ്രസ്സ് മെയിനായിട്ട്. നമ്മളെ ലൊക്കേഷന് ഐഡൻറ്റിഫൈ ചെയ്യാനല്ലേ നമുക്ക് അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് IP അഡ്രസ്സിലും പറയുന്നത്. അതിലെ എക്സാമ്പിൾസ് അവിടെ 2 കൊടുത്തിട്ടുണ്ട് കേട്ടോ. IPv4, IPv6. ഇതെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇതിൽ വിൻഡോസിൽ ഓപ്പൺ കമാൻഡ് പ്രോംപ്റ്റ്, അതായത് കമാൻഡ് പ്രോംപ്റ്റ് പറഞ്ഞത് നമ്മൾ സെർച്ച് ബട്ടണിൽ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് അടിച്ചാൽ അതിലെന്താണ് നമ്മൾ IP കോൺഫിഗറേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ അത് കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് കളറിലായിരിക്കും വരിക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ എന്താണ്
IP കോൺഫിഗറേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എന്താണ് അപ്പോൾ അവിടെ ഒരു IP അഡ്രസ്സ് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇത് മൊബൈലാണ്, മറ്റേത് നമ്മൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ നോക്കുമ്പോഴാണ് കാണുന്നത്. ഇനി മൊബൈൽ നോക്കുമ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് വൈഫൈ എന്നുള്ളതിൽ നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് നോക്കിയാൽ അവിടെ IP അഡ്രസ്സസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് IP അഡ്രസ്സ് കൊണ്ടുള്ള യൂസുകൾ എന്താണ് എന്നുള്ളതാണ്. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് നോക്കിയല്ലേ. ഇനി അതിൻ്റെ യൂസസ്: ഐഡൻറ്റിഫൈ ഡിവൈസ് ഓൺ ദി ഇൻ്റർനെറ്റ് ഓർ നെറ്റ്വർക്ക്. അതായത് ഒരു ഡിവൈസസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇൻ്റർനെറ്റിലുള്ള അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലുള്ള ഒരു ഡിവൈസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഹെൽപ്പ് ഇൻ സെൻഡിങ് ആൻഡ് റിസീവിങ് ഡാറ്റ ബിറ്റ്വീൻ ഡിവൈസസ്. അതായത് ഡിവൈസസുകൾക്കിടയിൽ ഡാറ്റ സെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടും IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ്ഡ് ഫോർ ട്രാക്കിംഗ് ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് യൂസേഴ്സ്. അതായത് ഒരു യൂസേഴ്സിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷന് ട്രാക്ക് ചെയ്യാൻ, അതായത് ആ യൂസർ എവിടെയാണ്, ഏത് സ്ഥലത്താണ് ഒക്യുപ്പൈ ചെയ്യുന്നത് എന്നറിയാനും വേണ്ടിയിട്ട് ഈ IP അഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഹെൽപ്സ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ മാനേജ് ഡിവൈസ് ആൻഡ് ട്രബിൾ ഷൂട്ട് പ്രോബ്ലംസ്. അതായത് ഒരു ട്രബിൾ ഷൂട്ട് പ്രോബ്ലം മാനേജ് ചെയ്യാനും അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്താണ്, IP അഡ്രസ്സസ് ആണ്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് MAC അഡ്രസ്, അതായത് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്. MAC അഡ്രസ് ഇസ് എ യുണീക്ക് ഹാർഡ്വെയർ നമ്പർ ബിറ്റ്വീൻ ഡിവൈസസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. അതായത് ഒരു MAC അഡ്രസ്സ് എന്നാൽ ഒരു യുണീക്ക് ഹാർഡ്വെയർ നമ്പർ ബിൽറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് ഒരു ഡിവൈസ് ഓഫ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൽ ബിൽറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഐഡൻറ്റിഫൈ ദ ഡിവൈസസ് ഓൺ ലോക്കൽ നെറ്റ്വർക്ക്. ഇത് എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ലോക്കൽ നെറ്റ്വർക്കിലാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഫോർമാറ്റ് നടക്കുകയാണെങ്കിൽ 6 പെയർ ഓഫ് ഹെക്സാഡെസിമൽ നമ്പേഴ്സാണ്. അതായത് ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു 0 to 9 പിന്നെന്താണ് A to F ആണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. ഈ ഹെക്സാഡെസിമൽ നമ്പർ ഫോർമാറ്റിലുള്ളതാണ് ഈ MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് എങ്ങനെയാണ് MAC അഡ്രസ്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഗെറ്റ് MAC എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ് കിട്ടും. ഇനി നമ്മളത് മൊബൈലാണ് ചെക്ക് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വൈഫൈ MAC അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും MAC അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ IP അഡ്രസ്സിൻ്റെ യൂസസുകൾ എന്തൊക്കെയെന്ന് നോക്കി, അതുപോലെ തന്നെ MAC അഡ്രസ്സിൻ്റെ യൂസസും എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് MAC അഡ്രസ്സിൻ്റെ യൂസസ്? ഐഡൻറ്റിഫൈ ഡിവൈസ് വിത്തിൻ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലുള്ള ഡിവൈസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് MAC അഡ്രസ്സ് സഹായിക്കുന്നത്. യൂസ്ഡ് ബൈ റൗട്ടർ ടു കൺട്രോൾ ആക്സസ് ടു എ വൈഫൈ നെറ്റ്വർക്ക്. അതായത് റൗട്ടർ യൂസ് ചെയ്യുക നമ്മൾ എന്തിനും വേണ്ടിയിട്ട്, വൈഫൈ നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് റൗട്ടർ യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു റൗട്ടറോ മോഡോ യൂസ് ചെയ്യുമല്ലോ വൈഫൈ കണക്റ്റ്, അപ്പോൾ അത് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് MAC അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഇത് നെറ്റ്വർക്ക് മോണിറ്ററിങ്ങിനും സെക്യൂരിറ്റിക്കും ഹെൽപ്പ് ചെയ്യും. അതായത് ആ നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്ത് കൊണ്ടുവരാനും അത് എത്രത്തോളം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് MAC അഡ്രസ്സാണ്. അതായത് അതിൻ്റെ സെക്യൂരിറ്റിക്ക് സഹായിക്കും, അതിന് സെക്യൂരിറ്റി ആവാനും സെക്യൂരിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് MAC അഡ്രസ്സ്. ഓക്കെ, യൂസ്ഡ് ടു ട്രേസ് ഓർ എക്സ്ട്രിക്റ്റ് സ്പെസിഫിക് ഡിവൈസസ് ഇൻ എ നെറ്റ്വർക്ക്. അതായത് ഒരു നെറ്റ്വർക്കിലുള്ള
സ്പെസിഫിക് ഡിവൈസസിനെ ട്രേസ് ചെയ്യാനും വേണ്ടിയിട്ടും എന്താണ് മാക് അഡ്രസ്സ് സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് IMEI നമ്പർ. IMEI നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളെ മൊബൈലൊക്കെ ലോസ്റ്റ് ആയി പോയാൽ നമ്മൾ IMEI നമ്പർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനോ അത് ട്രാക്ക് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതാണ് IMEI നമ്പർ എന്ന് പറയുന്നത്. The IMEI is a unique 50-digit number assigned to every mobile phone or device that connect to a cellular network. അതായത് എല്ലാ മൊബൈൽ ഫോണിൽ അതായത് 50 യുണീക്ക് നമ്പറാണ് IMEI നമ്പർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ദ ഫിസിക്കൽ ഡിവൈസ് നോട്ട് ഇൻ ദ യൂസർ. അതായത് ഇത് നമുക്ക് ഫിസിക്കൽ ഡിവൈസസുകൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ഡിവൈസ് എവിടെ നമ്മൾ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ IMEI നമ്പർ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിലുള്ള IMEI നമ്പർ നമുക്ക് നോക്കാമെന്നുള്ളത്, അതായത് *#06# ഓൺ യുവർ ഫോൺ. അതായത് നമ്മൾ ഡയൽ ചെയ്യും, നമ്മുടെ ഡയൽ പാഡ് എടുത്തിട്ട് *#06# എന്ന് ക്ലിക്ക് ചെയ്തൊക്കെയാണെങ്കിൽ നമ്മുടെ IMEI നമ്പർ നമുക്ക് കിട്ടും. പിന്നെ അല്ലാഞ്ഞാൽ നമുക്ക് നമ്മളെ അബൌട്ട് ഫോണിൽ പോയാൽ IMEI ഇൻഫോർമേഷൻ ആയാലും അതിൽ നിന്നാണ് IMEI നമ്പർ കിട്ടും. ഈ IMEI നമ്പർ നമ്മൾ എപ്പോഴും എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഫോൺ എവിടെയെങ്കിലും ലോസ്റ്റ് ആയാലും നമുക്ക് സൈബർ സെല്ലിൽ കൊടുത്തൊക്കെയാണെങ്കിലോ അല്ലെങ്കിൽ വേറെന്ത് മാർഗത്തിൽ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ കൊടുത്താലും നമുക്ക് എന്താണ് നമുക്ക് നമ്മളെ ഫോണ് കണ്ടെത്താനായിട്ട് കഴിയും. പിന്നെ അതിൻ്റെ IMEI നമ്പറിൻ്റെ യൂസസ് എന്താണ്? ഐഡൻറ്റിഫൈ എ മൊബൈൽ ഡിവൈസ് ഓൺ സെല്ലുലാർ നെറ്റ്വർക്ക്. ഒരു സെല്ലുലാർ നെറ്റ്വർക്കിലുള്ള മൊബൈൽ ഡിവൈസസുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി IMEI നമ്പർ യൂസ് ചെയ്യും. യൂസ്ഡ് ബൈ എ നെറ്റ്വർക്ക് പ്രൊവൈഡർ ടു ബ്ലോക്ക് സ്റ്റോളൺ ഓർ ലോസ്റ്റ് ഫോൺ. ഞാൻ പറഞ്ഞു അല്ലേ, ഫോൺ നഷ്ടപ്പെട്ടാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഹെൽപ്പ് ട്രാക്ക് ട്രേസ് മൊബൈൽ, അതായത് നമ്മൾ ഫോൺ നഷ്ടപ്പെട്ടാൽ നമുക്ക് കാണണം. യൂസ്ഡ് ഫോർ സെക്യൂരിറ്റി ആൻഡ് വെരിഫിക്കേഷൻ പർപ്പസ് ബൈ മൊബൈൽ ഓപ്പറേറ്റേഴ്സ്. അതുകൊണ്ട് സെക്യൂരിറ്റി പർപ്പസിനും വേണ്ടിയിട്ടും IMEI നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നതാണ് വെബ് ബ്രൗസേഴ്സ്. എന്താണ് വെബ് ബ്രൗസർ? Web browser is a software application that allow users to access, view and interact with website on the world wide web. അതായത് നമ്മൾ എന്ത് ഇതാക്കുമ്പോഴും നമ്മളൊരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് അല്ലേ www എന്നുള്ളത്. അതായത് നമ്മൾ എന്ത് കാരണം ആക്സസ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും വ്യൂ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ പോകുന്ന ഇതാണ് വെബ് ബ്രൗസേഴ്സുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഇൻ്റർനെറ്റ്. അതായത് യൂസറും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് ഈ വെബ് ബ്രൗസേഴ്സ് ഇതാണ്. അതായത് നമ്മളൊരു വെബ് ബ്രൗസറിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലേ, അതപ്പോൾ നമ്മൾ യൂസർ ഇൻട്രാക്ട് ചെയ്യുകയാണ്, വെബ് ബ്രൗസറിനോട് ചോദിക്കുകയാണ് വിവരങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ നമുക്ക് തിരിച്ചും ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് യൂസറും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് അല്ലേ. അത് നമ്മളത് യൂസ് ചെയ്യുന്ന ബ്രിഡ്ജായിട്ടാണ് വെബ് ബ്രൗസറിനെ കണക്കാക്കുന്നത്. ഡിസ്പ്ലേയിങ് ദ വെബ് പേജ് ദാറ്റ് ആർ അതായത് അതൊക്കെ എഴുതുന്നത് ഏതാണ്? HTML, CSS, ജാവാസ്ക്രിപ്റ്റിലുമാണ് നമ്മൾ ഈ വെബ് ബ്രൗസറിലുള്ള അതായത് വെബ്സൈറ്റിൽ ഇത് നമ്മൾ ആ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് യൂസർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെബ് പേജുകൾ ഉണ്ടാക്കുന്നത് ഏതിലാണ്? HTML, CSS, ജാവാസ്ക്രിപ്റ്റ് പോലുള്ള ലാംഗ്വേജുകളിലാണ് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് വെബ് ബ്രൗസേഴ്സിന്. നമ്മൾ ഈ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ ക്രോം അല്ലേ, ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആപ്പിൾ സഫാരി, ഒപ്പേര. ഇതിലിപ്പം
നമ്മൾ മോസ്റ്റ് ഓഫ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം തന്നെയാണ് അല്ലേ. ഗൂഗിൾ ക്രോമും മോസില ഫയർഫോക്സും യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആപ്പിൾ സഫാരി, ഒപ്പേരൊക്കെ അത് കുറേ മുന്നായിട്ട് നമ്മൾ റയറായിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, പിന്നെ അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോം എന്നൊക്കെയാണ് ഒരു ഫാസ്റ്റ് സെക്യൂർ യൂസർ ഫ്രണ്ട്ലി വെബ് ബ്രൗസറാണ്. അത് ഗൂഗിളാണ് ഡെവലപ്പ് ചെയ്തിട്ട്. അത് ഫസ്റ്റ് റിലീസായത് 2008. ഇപ്പം നമ്മൾ മോസ്റ്റ്ലി ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. ഇതിൽ ക്രോം എന്നൊക്കെ ആണെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു സിമ്പിൾ ഇൻ്റർഫേസാണ്, അതിന് സ്പീഡ് ഹൈ ആണ്, പിന്നെ ഇൻ്റർഗ്രേഷൻ വിത്ത് ഗൂഗിൾ സർവീസ്, അതായത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ജിമെയിൽ, ഡ്രൈവ്, യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് സപ്പോർട്ട് എക്സ്റ്റൻഷൻ ടീംസ് ആൻഡ് ഹാസ് നോ ഇഗ്നൈറ്റ് മോഡ് ഓഫ് പ്രൈവറ്റ് ബ്രൗസിങ് ആയിട്ടല്ല ഇത് ഉള്ളത്. ഇനി അടുത്തത് അതിൻ്റെ കീ ഫീച്ചേഴ്സ്, അതായത് ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഫീച്ചേഴ്സ് എന്നാൽ ഹൈ സ്പീഡ് ആൻഡ് പെർഫോമൻസ് ഉണ്ട്, സിങ്ക്രണൈസേഷൻ വിത്ത് ഗൂഗിൾ അക്കൗണ്ട്, ബിൽറ്റ് ഇൻ സെക്യൂരിറ്റി ആൻഡ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്, പ്രൈവറ്റ് ബ്രൗസിങ്, അതായത് ഹൈ സ്പീഡ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ സെക്യൂരിറ്റി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രൈവറ്റ് ബ്രൗസിങ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ആണ് മോസില ഫയർഫോക്സ്. മോസില ഫയർഫോക്സ് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസറാണ്. അത് മോസില്ല ആണ് ഡെവലപ്പ് ചെയ്തത്, ലോഞ്ച് ചെയ്തത് 2002 ഇതിന് സ്ട്രോങ് പ്രൈവസി ഫീച്ചേഴ്സ്, കസ്റ്റമൈസ്ഡ് ഓപ്ഷൻ ആൻഡ് യൂസർ കൺട്രോൾ ഓവർ ഡാറ്റ, അതായത് ഇതും യൂസറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വെബ് ബ്രൗസറാണ്. Firefox provides fast performance with its quantum engine and protect users against tracking and online threats. അതായത് ഓൺലൈനിലായിട്ടുള്ള മാൽവെയർ ആക്ടിവിറ്റീസൊക്കെ ട്രാക്ക് ചെയ്യാനും ഓൺലൈൻ ത്രെഡ്സൊക്കെ ഇതിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് മോസില്ല ഫയർഫോക്സ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് മോസില്ല ഫയർഫോക്സിൻ്റെ പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആൻഡ് പ്രൈവസി ഫോക്കസ്ഡ് ആണ്, സ്ട്രോങ് ട്രാക്കിംഗ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ്, ഹൈലി കസ്റ്റമൈസബിൾ വിത്ത് ആഡ് ഓൺ, പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡാണ്. നെക്സ്റ്റ് ആണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഇതായിരുന്നു നമ്മൾ ക്രോമും മോസിലൊക്കെ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ, അതായത് നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടാവുന്നതാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് എഡ്ജ് ഇസ് എ മോഡേൺ വെബ് ബ്രൗസർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഇറ്റ് റീപ്ലേസ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആൻഡ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2015. അതായത് 2015 ഇത് എക്സ്പ്ലോർ ചെയ്തത്, അതായത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദ ന്യൂവർ വെർഷൻ ബിൽറ്റ് ഓൺ ക്രോമിയം എൻജിൻ ഓഫേഴ്സ് സ്പീഡ്, സെക്യൂരിറ്റി, കോമ്പാറ്റിബിലിറ്റി വിത്ത് ക്രോം എക്സ്റ്റൻഷൻ. ഇറ്റ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് മൈക്രോസോഫ്റ്റ് സർവീസ് സച്ച് ആസ് ബിങ്, ഓഫീസ് ആൻഡ് വൺഡ്രി. അതായത് ഈ മൈക്രോസോഫ്റ്റ് എഡ്ജിലൂടെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസുകളാണ് ബിങ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ആൻഡ് ഓൺ ഡ്രൈവ്. ഓക്കെ, ഇനിയാണ് അതെന്താണ് ക്രോമിയാണ് യൂസ് ചെയ്തത്, ബട്ട് പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്രോമിയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നാൽ മൈക്രോസോഫ്റ്റ് ടൂളുകളുടെ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു മൈക്രോസോഫ്റ്റ് ബിങ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒക്കെ പോലെ. പിന്നെ റീഡിങ് ആൻഡ് കളക്ഷൻ ഫീച്ചേഴ്സ്, എൻഹാൻസ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, ഇതിലും പ്രൈവസി ഇതിൽ സെക്യൂരിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനിയാണ് ഒപ്പേര ബ്രൗസർ. ഒപ്പേര ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫീച്ചർ റിച്ച് വെബ് ബ്രൗസർ ഡെവലപ്ഡ് ബൈ ഒപ്പേര സോഫ്റ്റ്വെയർ ഇൻ 1995. അതായത് ഏർലി ഇയേഴ്സ് മുന്നേ നമ്മൾ അത് കണ്ടുപിടിച്ചിട്ടുള്ള വെബ് ബ്രൗസറാണ് ഒപ്പേര ബ്രൗസർ എന്നാണ്. ഇതിലെന്താണ് കുറേ ടൂളുകളുണ്ട്, ഫ്രീ VPN, ആൻഡ് ബ്ലോക്കർ, ബാറ്ററി സേവർ, മെസ്സേജിങ് ആപ്സ് ഒക്കെ എന്താണ് ഈ ഒപ്പേര ബ്രൗസറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളത്
അപ്പോൾ ഒപ്പേര ഈസ് ബേസ്ഡ് ഓൺ ദ ക്രോമിയം എൻജിൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒപ്പേര വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ മൈക്രോസോഫ്റ്റ് എഡ്ജും അങ്ങനെ തന്നെ എന്നും നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൽ ഫാസ്റ്റ് പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോമിയം എൻജിൻ യൂസ് ചെയ്യുന്നത്. ഇത് VPN ആൻഡ് ബ്ലോക്കറായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് VPN നമുക്ക് കിട്ടുന്ന സൈറ്റുകളൊക്കെ സ്പീഡ് കൂടാൻ, നമ്മൾ ചില ആപ്ലിക്കേഷനൊക്കെ സ്പീഡ് കൂടാനൊക്കെ നമ്മൾ VPN യൂസ് ചെയ്യുന്നത്. ഒപ്പേരോ ടർബോ മോഡ് ഫോർ ഫാസ്റ്റ് ബ്രൗസിങ്, അതായത് പണ്ട് കാലത്തുള്ള ആ ഏറ്റവും ഫാസ്റ്റിലുള്ളത് തന്നെയാണ് എന്ത് ഒപ്പേര ബ്രൗസർ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് സോഷ്യൽ മീഡിയ ആൻഡ് മെസ്സേജിങ് ആപ്പ്, സ്ട്രോങ് ഫോക്കസ് ഓൺ പ്രൈവസി ആൻഡ് കൺവീനിയൻസ്. ഓക്കെ, അതായത് ഇതിലും പ്രൈവസി സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.